സീറോ ഇലക്ട്രിസിറ്റി ബില്ല് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമായി എന്ന് ശരിക്കും പറഞ്ഞു അതെ കഴിഞ്ഞാൽ. അതെ അതിപ്പോൾ ഒരു EV മേടിച്ചാൽ പോലും ശരിക്കും പറഞ്ഞാൽ സീറോ നെറ്റ് ബില്ല് വരുന്ന കുറേ കസ്റ്റമേഴ്സ് എനിക്കുമുണ്ട്. എൻ്റെ ഒരു ചോദ്യം, ഞാനിന്നുവരെ മീറ്റ് ചെയ്യാത്തൊരു ഒരു ടൈപ്പ് കസ്റ്റമറാണ്. മാക്സിമം സോളാർ എന്താണെങ്കിലും റൂഫിൽ കയറ്റിയേക്കാം, ഓക്കെ, കാരണം അതിനു വേണ്ടി ഇന്ന് സ്പെൻഡ് ചെയ്താലും നമുക്ക് പ്രശ്നമില്ല. പവർ അഡീഷണൽ ആയിട്ട് ഉൽപ്പാദിപ്പിച്ചോട്ടെ, അത് നമുക്ക് KSEBയിൽ വിറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു വരുമാനം കൂടെ ആയി. ഇതൊരു റിയാലിറ്റി ആണോ? സി എപ്പോഴെങ്കിലും ആ കോസ്റ്റ് ബ്രേക്ക് ഈവൺ ആവുമോ? ഞാനത് സജസ്റ്റ് ചെയ്യാറില്ല. കാരണം ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം, നമ്മളൊരു യൂണിറ്റ് കൺസ്യൂം ചെയ്തതിന് ഇക്വലൻ്റ് ആയിട്ട് നമ്മൾ തിരിച്ച് ജനറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അത്രയും തന്നെ രൂപയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ കൺസ്യൂം ചെയ്യുന്ന യൂണിറ്റിന് ഒരു 8.5 രൂപ റേറ്റ് KSEB ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനും 8.5 രൂപ തന്നെയാണ് അവർ തരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ബ്രേക്ക് ഈവൺ, നമ്മൾ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു 3 to 4 ഇയേഴ്സിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതേസമയം KSEBയിൽ നിന്നൊരു പൈസ കിട്ടുക എന്നൊരു ഉദ്ദേശം വെച്ചിട്ട് നമ്മൾ സോളാർ പാനൽ ലേ ചെയ്ത് എക്സ്ട്രാ യൂണിറ്റ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1000 യൂണിറ്റ് നമ്മൾ എക്സ്ട്രാ കൊടുത്തു എന്ന് ആലോചിക്കുക. ഒരു വർഷത്തിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് 1000 യൂണിറ്റ് നമ്മൾ എക്സ്ട്രാ കൊടുത്തു എന്ന് ആലോചിക്കുക. കഴിഞ്ഞ കൊല്ലം ഗവൺമെൻറ് തീരുമാനിച്ചത് 3 രൂപ 15 പൈസ അതിന് കൊടുക്കാനാണ്. അതായത് ഈ എക്സ്ട്രാ കൊടുക്കുന്ന 1000 യൂണിറ്റ്സിന് 3150 രൂപയാണ് ഒരു വർഷം കഴിയുമ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് KSEBയിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ടത് ഒരു കസ്റ്റമർ കോളാണ്. പക്ഷെ നമ്മളത് സജസ്റ്റ് ചെയ്യാറില്ല. കാരണം എപ്പോഴും യൂട്ടിലിറ്റിയുടെ തൊട്ടടിയിലാണെങ്കിൽ നമുക്ക് 8.5 രൂപ 9 രൂപയൊക്കെ വെച്ചിട്ടായിരിക്കും ഒരു യൂണിറ്റിന് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് കുറച്ചും കൂടി ഒരു വൈസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ. യെസ്, കാരണം 8.5 രൂപ കിട്ടുക എന്ന് പറയുമ്പോൾ വയസ്സാകുകയും 3.4 രൂപ അല്ലെങ്കിൽ 3.15 എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ പകുതിയിൽ താഴെ ആയല്ലോ. അതെ, അതിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ആർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അപ്പം ഞാൻ ആലോചിച്ചത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു PM-ന്റെ സൂര്യയോജന പദ്ധതി പ്രകാരം അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് അവെയിൽ ചെയ്തും നമ്മൾ ഈ ഒരു പരിപാടിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ബ്രേക്ക് ഈവൺ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ടോ? കാരണം തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളിപ്പോൾ PM സൂര്യയോജനയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു 3 കിലോവാട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 2,25,000 രൂപ അല്ലെങ്കിൽ 2,50,000 രൂപയുടെ ഇടയിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് അനുസരിച്ചിട്ട് പ്രൈസ് വരും. അതിൽ നിന്ന് 78,000 രൂപ സബ്സിഡി കിട്ടുകയാണ്. അപ്പോൾ പിന്നെ ഒരു 1.5 രൂപയാണ് ഇൻഎഫക്റ്റീവ്ലി നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങുന്നുള്ളൂ. ഈ 1.5 രൂപ എന്ന് പറയുന്നത് നിസ്സാര സമയം കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. ഒരു 3 to 4 ഇയേഴ്സിലൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും നമ്മുടെ കറണ്ട് ബില്ല് വെച്ച് നോക്കുമ്പോൾ. ഒരു ആവറേജ് ഇപ്പം നമ്മൾ 3 to 4 ഇയേഴ്സ് എന്ന് പറയുന്നു. ഞാൻ എൻ്റെ ഒരു കോമൺ ഇതിൽ നമുക്കിന്നൊരു എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ അത് എത്ര കൊല്ലം കൊണ്ട് തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണല്ലോ നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇച്ചിരി എക്സ്ട്രാ പാനൽസ് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ബെനിഫിറ്റ് നമ്മൾ അവെയിൽ ചെയ്യുകയും കൂടെ ചെയ്യുവാണെങ്കിൽ 3 രൂപ 15 പൈസ വെച്ച് എത്ര കൊല്ലത്തിനുള്ളിൽ നമുക്ക് കിട്ടുമായിരിക്കും? 8 കൊല്ലം 9 കൊല്ലത്തിനുള്ളിൽ കിട്ടുമായിരിക്കും. അത് തിയറിറ്റിക്കലി പോസിബിൾ ആണോ? തിയറിറ്റിക്കലി പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഒരു കസ്റ്റമറിന് വേണമെങ്കിൽ അങ്ങനെ ഒരു ചിന്തിക്കാം. അതെ, ഓക്കെ. ഈ പൈസ മാറിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് ഇതിനകത്ത്. അതായത് KSEB കഴിഞ്ഞ ഇതിന് മുമ്പത്തെ കൊല്ലം കൊടുത്തത് 2 രൂപ 65 പൈസയാണ്. അപ്പൊ അവരുടെ ഓരോ വർഷത്തെയും ആവറേജ് പവർ പർച്ചേസ് കോസ്റ്റ് എത്രയാന്നുള്ളത് നോക്കും. എന്നിട്ട് അത് വെച്ചിട്ടാണ് ഈ പറയുന്ന KSEB എത്ര രൂപ ഒരു യൂണിറ്റിന് എക്സസ് യൂണിറ്റിന് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ 3 രൂപ 15 പൈസ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത കൊല്ലം ചിലപ്പോൾ ചെയ്താൽ KSEB അത് 2 രൂപ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ 4 രൂപയായിട്ട് കൂടാം. അപ്പം അത് വേരി ചെയ്യാം. ഒരു ഗാംബ്ലിംഗ് ആണ് ശരിക്കും പറഞ്ഞ ഒരു. അതെ, നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അത് പറഞ്ഞിട്ട് ഒരാളെ ഒരു ഡീല് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതിപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയറിൻ്റെ ഒരു വിഷമം പറയുന്നതാണ്. പലപ്പോഴും ഈ വെള്ളത്തിൻ്റെ ലീക്കേജ് ഇഷ്യൂസും ഒക്കെ ആയിട്ട് നമ്മൾ മറ്റ് പല പ്രോജക്ട്സിലും നമ്മൾ പോയി കാണുമ്പോൾ, നമ്മുടെ പ്രോജക്ട്സിൽ അത് വരാറില്ല, എന്നിരുന്നാലും നമ്മൾ ചെന്ന് കാണുമ്പോൾ വരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലയൻറ്റ് പിന്നീട് എടുത്തൊരു ഡിസിഷനാണ് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആര് തന്നെയാണെങ്കിലും അവർ വന്നിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഈ സപ്പോർട്ട് നേരെ നമ്മുടെ കോൺക്രീറ്റ് സ്ലാബിലേക്ക് കൊണ്ടുവന്നിട്ട് ഡ്രിൽ ചെയ്ത് വയ്ക്കും. ഈ ഡ്രില്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വൾണറബിൾ പോയിന്റ് അവിടെ ക്രിയേറ്റ് ആവുകയും ഇതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഇറങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ അതിനോടൊപ്പം ചെയ്യാറുണ്ട്. ഷെഫീക്ക് ഫോളോ ചെയ്യുന്ന പ്രോസസ്സ് എന്താ ഇങ്ങനൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി? ഞങ്ങൾ ബേസിക്കലി കെമിക്കൽ ബോൾട്ടിങ് മാത്രമേ ചെയ്യാറുള്ളൂ. കെമിക്കൽ ബോൾട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ലെഗ് ഫിക്സ് ചെയ്യണം, അതായത് സോളാർ പാനലിന് വേണ്ടി സ്ട്രക്ചർ ഉണ്ടാക്കാൻ ലെഗ് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 ഹോൾ അടിക്കും, ഈ ഹോളിലൊരു പ്ലേറ്റ് വെക്കും, ലെഗ് വെച്ച് റേസ് ചെയ്ത് പോകും. അതാണ് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പാറ്റേൺ. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കെമിക്കൽ ബോൾട്ടിംഗ് മാത്രമേ ചെയ്യുന്നത്. കെമിക്കൽ ബോൾട്ടിംഗ് എന്ന് പറയുമ്പോൾ
ഈ പറയുന്ന ഹോൾ അടിച്ചതിന് ശേഷം ബോഷിൻ്റെയൊക്കെ കെമിക്കൽസ് അവൈലബിൾ ആണ്. ഈ കെമിക്കൽസ് ഇതിനകത്ത് ഒഴിച്ചു വെക്കുകയും അതിന് ശേഷം ആ പ്ലേറ്റ് കെമിക്കൽ ഒഴിച്ച ഹോളിലേക്കാണ് നമ്മൾ ഈ പ്ലേറ്റ് ഫിക്സ് ചെയ്യുക. ഇതിന് ശേഷം ഒരു PCC കൂടി ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ലെഗ് റേസ് ചെയ്ത് സ്ട്രക്ചർ ചെയ്യണത്. അപ്പം അതുകൊണ്ട് എവിടെ ഹോൾ അടിച്ചാലും ക്രാക്സ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ കാണുന്നതും കാണാത്തതായിട്ടുള്ള ക്രാക്സ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. ഈ കെമിക്കൽ ഒഴിക്കുന്നതോടെ ആ ക്രാക്സിലേക്കും കൂടി ഈ കെമിക്കൽ പോയിട്ട് സീൽ ചെയ്ത് നമുക്ക് വാട്ടർ പ്രൂഫിംഗ് ആയി എന്ന് ഉറപ്പുവരുത്താൻ പറ്റും. പിന്നെ ഒരു എക്സ്ട്രാ കെയറിനൊക്കെ വേണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന PCC ചെയ്തതിന് ശേഷം അതിൻ്റെ ചുറ്റും ചെറിയൊരു വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ഒരു ലൈൻ കൂടി കൊടുക്കുകയാണെങ്കിൽ അത് പണ്ട് ഇതൊക്കെ ചെയ്ത് ആകെ കുളമായതിനു ശേഷം പിടിച്ചിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും ക്ലാരിറ്റിയോട് കൂടി ഈ ഒരു അങ്ങനെയാണല്ലോ നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. അല്ല, ചില സ്ഥലത്തൊക്കെ നമ്മളായിരിക്കില്ല ചിലപ്പോൾ ഈ ഹോൾ അടിച്ചെന്നും പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു സ്ഥലത്ത് ഇതേപോലെ കെമിക്കൽ ബോൾട്ടിങ് ചെയ്ത് PCC ചെയ്ത് ലെഗ് റേസ് ചെയ്താണ് നമ്മൾ വർക്ക് ചെയ്തത്. ഇതിന് ശേഷം ഒരു കസ്റ്റമർ വിളിച്ചിട്ട് പറയും ഇവിടെ ലീക്കേജ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും ഉണ്ടാകാൻ ചാൻസ് ഇല്ല, എന്നാലും വന്ന് നോക്കാം എന്നൊക്കെ വിചാരിച്ച് പേടിച്ചാണ് അവിടെ പോയി നോക്കിയത്. അവിടെ പോയി നോക്കിയപ്പോൾ AC-യുടെ ഔട്ടർ യൂണിറ്റ്സ് ഉണ്ടാവുമല്ലോ, AC-യുടെ ഔട്ടർ യൂണിറ്റ്സ് വെക്കാൻ വേണ്ടി ഇതേപോലെ ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൂടെയാണ് വെള്ളം ഇറങ്ങിയത്. അപ്പം അതിനുള്ള ചാൻസസ് ഉണ്ട്. മുമ്പ് നമ്മൾ ഈ പറയുന്ന കെമിക്കൽ ബോൾട്ടിംഗ് ഒന്നുമല്ല ചെയ്തിരുന്നത്. പിന്നീട് പലയിടത്തു നിന്നുള്ള ഇൻപുട്സ് എടുത്തിട്ടൊക്കെ തന്നെയാണ് നമ്മളും ഇതൊക്കെ പഠിക്കുകയും ഇംപ്രൂവൈസ് ചെയ്യുകയും ഇപ്പം എല്ലാ പ്രോജക്റ്റിലും തന്നെ നിർബന്ധമായിട്ട് കെമിക്കൽ ബോൾട്ടിംഗ്. ട്രസ് വർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സൈറ്റിലാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് സോളാർ ഇൻസ്റ്റലേഷൻ ചെയ്യുക? ട്രസ് വർക്ക് ആണെങ്കിൽ ട്രസ്സിന്റെ മേളിൽ നമുക്ക് ചെയ്യാം. ട്രസ്സിന്റെ മേളിൽ ഇപ്പം നമുക്ക് ട്രസ് മേളിൽ അറിയാലോ, ട്രസ് ഫിക്സ് ചെയ്യുന്നത് ജെ ബോൾട്ടിലാണ്. ഈ ജെ ബോൾട്ട് ഇടുന്നത് നമ്മളൊരു പെർലിങ്ങിലായിരിക്കുമല്ലോ. അതേ പെർലിങ്ങിൽ തന്നെ പാരലായിട്ട് നമുക്കൊരു റെയിൽ കൊടുക്കാൻ സാധിക്കും. എന്നിട്ട് ആ റെയിലിന് മേളിൽ നമുക്ക് സോളാർ പാനൽ ഫിക്സ് ചെയ്യാൻ സാധിക്കും. ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് സോളാർ പാനൽ ഫിക്സ് ചെയ്യാം. പക്ഷെ അത് സൗത്തിലോട്ട് ആംഗിൾ ഉണ്ടെങ്കിൽ മാത്രമാണ്. അതല്ല, സൗത്തിലോട്ട് ആംഗിൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പെർലിങ്ങിൽ നിന്ന് ഓരോ ലെഗുകൾ റേസ് ചെയ്തിട്ട് അതിന് മേളിലൊരു സെപ്പറേറ്റ് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അതിന് മേളിലും സോളാർ പാനൽസ് ഫിക്സ് ചെയ്യാൻ സാധിക്കും. നേരത്തെ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ ഈ പറയുന്ന കെമിക്കൽ ബോൾട്ടിംഗ് കൺസെപ്റ്റ് ഇതല്ലാതെയും ചില വീടുകളിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചില വീടുകളിലൊക്കെ ചിലപ്പോൾ 25 വർഷം 30 വർഷമൊക്കെ പഴക്കം ഉണ്ടാവും വീടുകൾക്ക്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കെമിക്കൽ ബോൾട്ടിങ് ചെയ്യുന്നതും വേറെ റിസ്ക് ആയിരിക്കും. കാരണം ഇവിടെ ഡ്രില്ലടിക്കുമ്പോൾ വേറൊരു സ്ഥലത്ത് ക്രാക്ക് വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഈ പാരപ്പറ്റ് ചേർന്ന് വരുന്ന പില്ലേഴ്സ് ഉണ്ടല്ലോ, ആ പില്ലേഴ്സിലേക്ക് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ സാധിക്കും. നമ്മൾ പ്ലേറ്റ് നോർമലി നിലത്ത് വെച്ച് ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ ലെഗുകൾ നമ്മൾ പാരപ്പറ്റിലേക്ക് ഫിക്സ് ചെയ്യുക. ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് സോളാർ പാനൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ സോളാർ പാനലിൻ്റെ ഫിക്സിങ്ങിൽ തന്നെ ഒത്തിരി അധികം കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും കാരണം നമ്മളിത് കൊണ്ടുപോയി ഓൾറെഡി വാർത്ത ഒരു റൂഫിലാണ് വെക്കുന്നത്. അപ്പോൾ ആ വാർത്ത റൂഫിനെ ഒരു തരത്തിലും ആ സ്ലാബിനെ ഒരു തരത്തിലും എഫക്റ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കണം നമ്മുടെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. പാനൽസിൽ നിങ്ങൾ ഡാമേജ് വെച്ചതിന് ശേഷം ഡാമേജ് ചെയ്ത് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ പോയ പ്രോജക്റ്റ്? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്നെയിലിംഗ് എഫക്റ്റാണ്. അതായത് ഈ മണ്ണിര ഇഴഞ്ഞ പോലെ പാടുകൾ നമുക്ക് കാണാൻ പറ്റും ചില സോളാർ പാനൽ. ഇപ്പോൾ പഴയ ഒരു 5 വർഷം 10 വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ള പാനൽസിൽ ചില ഒരു അണ്ടർ ക്വാളിറ്റി അല്ലെങ്കിൽ ലോ ക്വാളിറ്റി പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും മണ്ണിര ഓടിയ പോലെ, സ്നെയിലിംഗ് എഫക്റ്റ് എന്ന് പറയും. അപ്പോൾ ഇത് പതുക്കെ ഇത് ഗ്രാജുവലി ഇതിൻ്റെ വോൾട്ടേജിനെയും ഇതിൻ്റെ പവർ ജനറേഷനെയൊക്കെ ബാധിക്കാറുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് കാണുന്നത്. പക്ഷെ അത് ടാക്കിൾ ചെയ്യാൻ അവർ പറയുന്ന ഈ മാനുഫാക്ചേഴ്സ് പറയുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് എർത്തിങ് ചെയ്യുക, അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് ലൈറ്റിനിങ് അറസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ എർത്തിങ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ പറയുന്ന പ്രശ്നം നമുക്ക് ഒരു പരിധിവരെ ടാക്കിൾ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ ആ ഡിഫറൻസ് ഉണ്ടല്ലോ, ഞങ്ങളുടെ കോട്ടും വേറൊരാളുടെ കോട്ടും തമ്മിലുള്ള ഡിഫറൻസ്, അത് ഈ എർത്തിങ്ങിലൊക്കെയാണ് വരുന്നത്. മനസ്സിലായി. ഇപ്പം നമ്മളൊരു വീട്ടിലേക്ക് ഇതിൻ്റെ ഒരു ഇലക്ട്രിക്കൽ സ്കീം നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇതിൽ സാധാരണ ഒരു വീട് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് വയറ് വലിച്ചാൽ പോരെ എന്നുള്ളൊരു ചോദ്യത്തിന് പകരം നമ്മളിവിടെ ആലോചിക്കുന്നതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ സർജ് പ്രൊട്ടക്ഷൻ, ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ, ഇതിൻ്റെ എർത്തിങ്, അല്ലെങ്കിൽ ഈവൻ ആർക്കിൻ്റെ ഇതുവരെ നമ്മൾ ആലോചിച്ച് അങ്ങനെ പല കാര്യങ്ങളുമാണ് ആലോചിക്കണത്. ഇതിൽ ഈ ഇലക്ട്രിക്കൽ സ്കീമിൽ കറക്റ്റായിട്ട് സോളാറും കൂടെ വരിക എന്നുള്ളത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ്. കാരണം ഇലക്ട്രിക്കൽ സ്കീം അതിൻ്റെ പൂർണ്ണതയിലോട്ട് എത്തണമെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും ഇതിൻ്റെ ഇൻവേർട്ടർ പ്ലേസ്മെൻറ്റും ഇതിൻ്റെ DG അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിൽ ഈ ഒരു കസ്റ്റമർ ഇതിൻ്റെ ഒരു ഇലക്ട്രിക്കൽ സ്കീം ആലോചിക്കുന്ന സമയത്ത്
നിങ്ങളുടെ ഇൻവേർട്ടർ വരെ നിങ്ങളത് ഫൈനലൈസ് ചെയ്തിട്ടാണോ നിങ്ങൾ കൊടുക്കുന്നത്, അതോ ഈ ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ പോകുന്ന പ്രോജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ആ സ്കീമാറ്റിക് ഡയഗ്രാമിൻ്റെ കൂടെ നമ്മുടെ സോളാറിന് ഇൻവേർട്ടേഴ്സും കാര്യങ്ങളും ആ സ്കീമാറ്റിക് എല്ലാം കൂടി ഇൻക്ലൂസീവ് ആക്കി അല്ലെങ്കിൽ ഇൻകോപ്പറേറ്റീവ് ചെയ്ത് അപ്രൂവൽസ് എടുക്കണം. ഇപ്പം നോർമൽ ഒരു വീടുകളിലൊന്നും, ചെറിയ വീടുകളിലൊന്നും 2000 സ്ക്വയർ ഫീറ്റ് 5000 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള ഇൻസ്പെക്ടറേറ്റിലേക്ക് വീടുകളിൽ പോകുന്നത് എത്ര വലിപ്പമുള്ള വീടുകൾക്കായിരിക്കും? അത് പവറിൻ്റെ യൂസേജ് അനുസരിച്ചിട്ടല്ലേ. നമ്മളിപ്പോൾ ഒരു 20 കിലോ വാട്ടിന് മേളിലൊക്കെ പവർ വരികയാണെങ്കിൽ ചിലപ്പോൾ ഇൻസ്പെക്ടറേറ്റിലേക്ക് പോകേണ്ടി വരും, ഫയർ ആൻഡ് സേഫ്റ്റി എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ലിഫ്റ്റിൻ്റെ പെർമിഷൻസ് എടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഓരോ വീടിൻ്റെ സൈസും അവിടുത്തെ പവർ കൺസംഷനും അനുസരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കൂടുതൽ കോമ്പണൻസ് വരുമ്പോൾ മാത്രമേ ജനറേറ്റർ വെക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇൻസ്പെക്ടറേറ്റിൻ്റെ റോള് വരുന്നത്. ചെറിയ വീടുകൾക്കൊന്നും ഇൻസ്പെക്ടറേറ്റ് വരുന്നില്ല.